ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഗ്രൂമിങ് വ്ലോഗാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഷോ ഉണ്ട് എനിക്ക് നയനത്തിന്. അപ്പോൾ അതിന് വേണ്ടി ഗ്രൂമിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ ഇങ്ങനെ മുഖത്ത് എക്സ്പ്രഷൻ ഇടുന്നത് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അമ്മയും ഞാനും കൂടെയാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടെ എത്തി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. കൊറിയോ കഴിഞ്ഞു, ഭയങ്കര ടൈമാണ്. അപ്പോഴേക്കും നമ്മൾ പപ്പം തിന്നാനിരിക്കുകയാണ്. ഗായ്സ്, ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ ഇട്ടിരുന്ന ഡ്രസ്സല്ല, ഞാൻ കോട്ടിട്ടിട്ടില്ല, ബട്ട് പാവാട ഇട്ടിട്ടുണ്ട്. ഇതാ അമ്മ വണ്ടി എടുക്കുകയാണ്. അപ്പം കൗബോയ് തീമാണ് ഷോ വരുന്നത്. ഷോയിൻ്റെ അന്നുള്ള അപ്ഡേറ്റ്സ് നിങ്ങളെ ഞാൻ അറിയിക്കാം. എന്തായാലും നല്ലതായിരിക്കും, കാരണം കണ്ടിട്ട് നല്ല തീമും കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് നല്ല നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. ഡിസൈനർ ഷോയിൽ ഇറങ്ങിയത് നല്ല അത്യാവശ്യം നല്ലതായിട്ട് തോന്നി, കാരണം 2 ദിവസം ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എന്തൊക്കെ നടക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എത്ര പേരുടെ കണ്ണ് കള്ളമെന്ന് അറിഞ്ഞൂടാ. എത്ര പേരുടെ കണ്ണ് പെൺപിള്ളേർ തന്നെയാണ് നോക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ആണുങ്ങളെ കാട്ടിയും പെൺപിള്ളേരാണ് നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്തോ പോലെ തോന്നുന്നു. കാരണം പെൺപിള്ളേരല്ല, പിള്ളേരല്ല, അമ്മായിമാർ എന്ന് പറഞ്ഞാൽ സാരി ഉടുത്ത് വയറും പുറത്ത് ഇട്ട് നടക്കുന്ന അവർ തന്നെയാണ് എന്നെ നോക്കണത്. ലൈക്ക് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇടുന്നത്. പക്ഷേ നമ്മൾ കുറ്റപ്പെടുത്തുന്നവർക്ക് അതിൻ്റേതായൊരു ഇത് വേണ്ടേ. അപ്പം ഞാൻ ഇനി എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നോക്കുന്നവരെ കാണിച്ചു തരാൻ. ഓക്കെ ഗായ്സ്, നമ്മൾ അരമണിക്കൂറായിട്ട് ബ്ലോക്കിലാണ്. മുക്കാൽ മണിക്കൂറായിട്ട് നമ്മൾ ബ്ലോക്കിലാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും നേരമായിട്ട് നമ്മൾ 1 കിലോമീറ്റർ കഷ്ടിച്ച് നീങ്ങിയിട്ടേ ഉള്ളൂ. കഷ്ടമാണിത്. ചൂടും എടുക്കുന്ന ഈ പുകയും എല്ലാം കൂടെ ആയിട്ട് ഒരുമാതിരിയാണ്, ചുമ എടുക്കും. അപ്പോഴത്തേക്കും വണ്ടികളും പണിയാവുന്നുണ്ട്. ഇത്രയും നേരം കിടക്കുന്നതുകൊണ്ട് എല്ലാ വണ്ടിയും തൊലയും ലൈക്ക് ക്ലച്ച് പിടിച്ച് പോകുന്നുണ്ട്, ഒരഞ്ഞ് പണിയാവുന്നുണ്ട്. അപ്പോൾ ആ പുകയും എല്ലാം കൂടെ ഒരു അസ്വസ്ഥതയിലാണ്. നമുക്കാണെങ്കിൽ വിശക്കുന്നു, അമ്മയ്ക്കാണെങ്കിൽ വയ്യ, എല്ലാം കൂടെ സുഖം. അപ്പോഴേക്കും ഇനി എന്ത് ചെയ്യണം, ഇതൊന്ന് കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ പോയി. അവിടെ നോക്കി ബൂട്ട് നോക്കിയപ്പോൾ നമുക്ക് ബൂട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ രാമചന്ദ്രയിലോട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ കുറച്ച് കുഞ്ഞു സാധനങ്ങൾ, 10 രൂപയുടെ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങാനുണ്ടായിരുന്നു, ലിപ് ബാം അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ കിട്ടി. എന്തെങ്കിലും ഇനി മറന്നുപോയി, നമ്മളിങ്ങനെ മറന്നു പോകുന്നു. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഭയങ്കര അത്യാവശ്യം തോന്നുന്ന കാര്യങ്ങളില്ലേ, അങ്ങനെ. ഇപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലാണ്. അവിടെ നിന്ന് ഡ്രസ്സ്, അനിയൻ്റെ എടുത്ത ഡ്രസ്സാണ്. നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കാണിക്കുമോ? അമ്മ ജസ്റ്റ് ഒന്ന് നോക്കി കാണിക്കോ? ഇതാണ് അവ എടുത്ത ഷോർട്സ്. ഓണത്തിന് എടുത്തതാണ്, അത്തപ്പൂക്കൂടെ ഇട്ടോ ഞാൻ ഇടും. ഇതാണ് അവനെടുത്തത്. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട്
ആ പാൻറ്റും പിന്നെ അത് സ്പ്രേ ആണ് ചേട്ടാ കാശി സ്പ്രേ സ്പ്രേ ഇതുമാണ് അവ എടുത്തത്. ഓക്കെ, യൂട്യൂബ് അത് സ്ട്രിപ്പ് ഒട്ട് ചെയ്യണ വൈറ്റ് ഹെഡ്സ് ഓവൻ. അപ്പം വീട്ടിലെത്തിയിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ഭയങ്കര വൈറ്റ് ഹെഡ്സ്, അപ്പം അത് പോകാൻ വേണ്ടി അഫോർഡബിളാണ്. 10 രൂപയേ ഉള്ളൂ, 10 രൂപ രാമേന്ദ്രയിൽ. നിങ്ങൾ പോവുകയാണെങ്കിൽ വാങ്ങാം, നല്ലതാണ്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഞാൻ ചെയ്തിരിക്കും. ആഴ്ചയിൽ ചെയ്യണമെന്നാണ്, മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഞാൻ ചെയ്തിരിക്കും. മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷായി. മുഖം എനിക്ക് മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ പോകുമ്പോഴേ അതിൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് പോകണമെന്നായതുകൊണ്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. എനിക്കല്ലാതെ മേക്കപ്പ് ഇടുന്ന ഇഷ്ടമല്ല. മനസ്സിലായിട്ട് നിർത്താനാണോ?